രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് അതിജീവിത ഹൈക്കോടതിയിൽ. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് അതിജീവിതയുടെ നടപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണെന്നും ഗർഭിണിയായിരിക്കെ തന്നെ മൃഗീയമായി പീഡിപ്പിച്ചുവെന്നും ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെ അതിജീവിത പറയുന്നു. മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ രാഹുൽ നൽകിയ അപ്പീലാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായ വിവരമടക്കം മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് പ്രത്യേക സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, രാഹുലിന് വലിയ തിരിച്ചടിയാണ്. നമുക്കറിയാം, മൂന്നാമത്തെ കേസിൽ ജയിലിലായ രാഹുൽ, ജാമ്യം ലഭിക്കാത്ത രാഹുൽ, ഈ ഒന്നാമത്തെ കേസിലെ അതിജീവിതയുടെ മറുപടി സത്യവാങ്മൂലം കൂടി വരുമ്പോൾ പ്രതിരോധിക്കാൻ അല്പം വിഷമിക്കും. രഞ്ജിത്ത്, തീർച്ചയായും അത് തന്നെയായിരിക്കും സംഭവിക്കുക. കാരണം ഇതിലിപ്പോൾ ഹൈക്കോടതിയുടെ ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതുവരെയുമുള്ള ഒരു രാഹുലിനൊരു സമാശ്വാസം എന്ന് പറയുന്നത്, ഈ കേസ് പരിഗണിക്കും വരെ നോട്ട് ടു അറസ്റ്റ് എന്നതാണ്. ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നതേ ഉള്ളൂ, ജാമ്യം അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയം അത്രയും തന്നെ ആ ഒരു ആനുകൂല്യത്തിലാണ് രാഹുൽ പുറത്ത് ഉണ്ടായിരുന്നത്. പിന്നീടാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നത്. ഏതായാലും ഈ കേസിൽ, ഒന്നാം ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ഇപ്പോൾ ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഈ നടപടികളടക്കം വളരെ നിർണായകമാകും. കാരണം മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലാകുന്നു, ആ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. രാഹുലിനെതിരെ സമാനമായ രീതിയിലുള്ള കേസുകൾ ഉണ്ടാകുകയും അതെല്ലാം തന്നെ കോടതിക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെയാണ് ഈ അതിജീവിത തൻ്റെ അനുഭവങ്ങൾ, തനിക്കുണ്ടായ ഈ ദുരനുഭവങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്, കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. അവരുടെ ആ നിലപാടുകളും അവർ അനുഭവിച്ച ദുരിതങ്ങളും എല്ലാം തന്നെയും ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. തീർച്ചയായും ഈ കോടതി അതുകൂടി പരിഗണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ പറയുന്നത്, താൻ വളരെയധികം ക്രൂരമായി താൻ രാഹുലിനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. താൻ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള ദുരനുഭവങ്ങൾ രാഹുലിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതുമാത്രവുമല്ല, ഈ അഭിഭാഷകൻ കൂടി അത്തരം കാര്യങ്ങൾ ഇന്ന് കോടതിയിലേക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. കാരണം സമാനമായ രീതിയിലുള്ള കേസുകൾ പിന്നെയുമുണ്ട്. അതെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ കോടതിക്കോ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾക്ക് മുന്നിലേക്കോ എത്തുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് കോടതിയെ ബോധിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം സങ്കീർണതകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ രാഹുലിന് തിരിച്ചടി ഉണ്ടാകുന്നെങ്കിൽ ഈ കേസിലേക്കും വൈകാതെ തന്നെ അറസ്റ്റിലേക്ക് അടക്കം നീങ്ങും. തുടർന്ന് മറ്റു കേസുകൾ, പിന്നെയും 3 കേസുകളാണ് രാഹുലിനെതിരെ നിലവിലുള്ളത്. ഇനിയും കേസുകൾ ഉയർന്നു വരാനുള്ള വളരെയധികമുള്ളൊരു സാഹചര്യവും പരാതികളും എല്ലാം തന്നെ നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടാകുന്ന നടപടികൾ വളരെ നിർണായകം തന്നെയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതിയിലെ ഈ നിലവിലുള്ള കേസുകൾ പരിഗണിക്കുന്നത്. ഒന്നാം കേസ് ബലാത്സംഗ കേസിൻ്റെ ജാമ്യം വേണമെന്നുള്ള ആവശ്യമെല്ലാം നിലനിർത്തിക്കൊണ്ട് കോടതിയിലേക്ക് പോകുമ്പോൾ ആ കേസ് പരിഗണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ അതിജീവിതയുടെ നിലപാടും അതോടൊപ്പം തന്നെ ഈ സത്യവാങ്മൂലവുമെല്ലാം കോടതിയിൽ രാഹുലിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതി അതുകൂടി പരിഗണിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് നിലവിൽ മറ്റ് കേസുകൾ ഉയർന്നു വരികയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഒരു നിയമസഭാ സാമാജികനാണ് എന്നത് കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യവും ഗൗരവവും വർദ്ധിപ്പിക്കുക തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ അതിജീവിത തന്നെ തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അതൊന്നൊന്നായി വ്യക്തമാക്കിക്കൊണ്ട് സത്യവാങ്മൂലം അടക്കം ഹൈക്കോടതിയിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഹൈക്കോടതി ഇതെല്ലാം തന്നെ പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഹൈക്കോടതി അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന നടപടികളിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ കോടതിയിൽ നിന്ന് ഉണ്ടാകുന്ന നീക്കങ്ങൾ രാഹുലിന് ഒരുപക്ഷെ കനത്ത തിരിച്ചടിയാകാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും രാഹുലിന് ഏതായാലും നിർണായകമാണ്. അത്ര സുഖകരമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.